നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് സൗമ്യ. ഞാൻ കാഞ്ഞിരപ്പള്ളി ചോറ്റിയിൽ നിന്നാണ് വരുന്നത്. 13/2/2023 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അതിനുശേഷം ഞാൻ 2 പ്രാവശ്യം ഉടമ്പടി പുതുക്കി. ഉടമ്പടിയിലൂടെ എനിക്ക് അമ്മ മാതാവും തിരുക്കുമാരനും ഒരുപാട് ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ അനുഗ്രഹിച്ചിട്ടുണ്ട്. ആദ്യമായി തന്നെ ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ് ഈ വിശുദ്ധ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത്. അതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എനിക്ക് വലിയൊരു അനുഗ്രഹം മാതാവ് തന്നത് ഞാൻ ഇവിടെ പറയുകയാണ്. എൻ്റെ കുടുംബം സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിലൂടെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു ഭവനം ഉണ്ടെങ്കിലും അത് ലോൺ എടുത്തിട്ടാണ് മേടിച്ചിരുന്നത്. ഏകദേശം ഒരു 30 ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് ലോണുണ്ട്. അതിൻ്റെ പുറമേ ഞങ്ങൾക്കൊരു 8 ലക്ഷം രൂപയുടെ ബാധ്യത കൂടി വന്നു. അതുകൊണ്ട് തന്നെ അത് അടയ്ക്കാൻ നമുക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് എൻ്റെ പപ്പയും മമ്മിയും ഞങ്ങളുടെ സ്വന്തം വീട് ഒറ്റയ്ക്ക് കൊടുത്തിട്ട് വേറൊരു വാടക വീട്ടിലാണ് 2 വർഷമായിട്ട് താമസിച്ചുകൊണ്ടിരുന്നത്. ഒരു 6 മാസങ്ങൾക്ക് മുമ്പ് ആ വാടക വീട് നമുക്ക് മാറേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പോൾ അതിനോടൊപ്പം തന്നെ എൻ്റെ പപ്പയ്ക്ക് ഹാർട്ടിന് ബ്ലോക്ക് വന്ന് പപ്പയ്ക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യവും കൂടെ വന്നു. സാമ്പത്തികമായിട്ട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവുകയാണ്. അപ്പം നമ്മൾ ഒറ്റയ്ക്ക് കൊടുത്തിരുന്ന അവരുടെ കാലാവധി 1 ഇയർ ആയിരുന്നു. അത് തീർന്നതും നമുക്ക് പൈസ കൊടുക്കാനില്ലാത്തതുകൊണ്ട് മറ്റൊരു വീട്ടുകാർക്ക് നമ്മൾ 8 ലക്ഷം രൂപയ്ക്ക് ഒറ്റയ്ക്ക് കൊടുത്ത് അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് ഇവരെ സെറ്റിൽ ചെയ്ത് വിട്ടു. അപ്പം നമ്മൾ 2ാമത് കൊടുത്ത വീട്ടുകാർ നമ്മുടെ ഭവനത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് നമുക്ക് വാടക വീട് മാറേണ്ട ഒരു സാഹചര്യവും കൂടി ഉണ്ടാവുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ ആകെപ്പാടെ പ്രതിസന്ധിയിലായ സമയത്ത് ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു. മാതാവേ, ഞങ്ങൾക്ക് ഒരു വഴിയുമില്ല. എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലാണ്, എൻ്റെ ബ്രദറും ഗൾഫിലാണ്, വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ പപ്പയ്ക്ക് വയ്യാണ്ടായി, മമ്മിയും ഉള്ളൂ. മറ്റാരും ഞങ്ങൾക്ക് സഹായത്തിനില്ല. 1 രൂപയ്ക്ക് പോലുമുള്ള ഒരു വഴിയും ഞങ്ങളുടെ മുമ്പിലില്ല. അപ്പം ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, ഞങ്ങളെ സഹായിക്കാൻ മറ്റാരും ഇല്ല, അമ്മ മാതാവ് മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അതുകൊണ്ട് വേറൊരു വാടക വീട് എടുക്കണമെങ്കിൽ സെക്യൂരിറ്റി പൈസ കൊടുക്കണം, വാടക പൈസ കൊടുക്കണം. പപ്പയുടെ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ തന്നെ കൊണ്ടുപോകുന്നത് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ വാടകയുടെ പ്രശ്നവും കൂടെ വന്നാൽ ഞങ്ങൾക്ക് താങ്ങാനാവില്ല. അപ്പോൾ ഇവർ നമ്മുടെ ഒറ്റയ്ക്ക് കൊടുത്ത വീട്ടുകാർ ഒരു 2 ആഴ്ച കൂടെ കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് വരത്തുള്ളൂ എന്ന് നമ്മളെ വിളിച്ച് പറഞ്ഞിരുന്നു. ആ ഒരു സമയത്ത് ഞങ്ങൾ വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. ഞാനപ്പോൾ അമ്മ മാതാവിൻ്റെ ഉപ്പും എടുത്തുകൊണ്ടാണ് പോയത്. അവിടെ ചെന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, മാനുഷികപരമായിട്ട് നോക്കിയാൽ ഞങ്ങൾക്ക് ഈ വീട്ടിലേക്ക് ഉടനെ എങ്ങും വരാൻ പറ്റത്തില്ല. കാരണം 8 ലക്ഷം രൂപ പോയിട്ട് 1000 രൂപ പോലും തികച്ച് ഞങ്ങളുടെ കയ്യിൽ എടുക്കാനില്ല. അതുകൊണ്ട് എനിക്ക് മാനുഷികപരമായി ചിന്തിച്ചാൽ ഇത് സാധ്യമല്ല. പക്ഷേ എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും ഒന്നും അസാധ്യമല്ലോ. അമ്മ പറഞ്ഞാൽ അമ്മയുടെ തിരുക്കുമാരൻ അത് കേൾക്കാതെ ഇരിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് എൻ്റെ വീടിൻ്റെ 4 മൂലയ്ക്കും ഇട്ട് പ്രാർത്ഥിച്ചു. മാതാവിനോട് പറഞ്ഞു, അമ്മേ മാതാവേ, ഈ വീട്ടിലേക്ക് തന്നെ ഞങ്ങൾക്ക് കയറി വരാനുള്ളൊരു സാഹചര്യം നീ ഒരുക്കി തരണം. അങ്ങനെയാണെങ്കിൽ ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് ഇവിടെ സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, ഞങ്ങൾക്ക് വാടക വീട് മാറേണ്ട 2 ദിവസം മുമ്പ് ആ വീട്ടിലേക്ക് വരേണ്ട ഒറ്റക്കാർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് അവിടേക്ക് വരുവാനായിട്ട് അസൗകര്യമുണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്നെങ്കിൽ മറ്റാർക്കെങ്കിലും വീട് ഒറ്റയ്ക്ക് കൊടുത്തിട്ട് പൈസ ഞങ്ങൾക്ക് മേടിച്ച് തരിക എന്ന് പറഞ്ഞു. അപ്പോൾ പപ്പ പറഞ്ഞു, നമുക്ക് ശ്രമിക്കാം. കാരണം പപ്പയ്ക്ക് ഓൾറെഡി വയ്യാണ്ടിരിക്കുകയാണ്. തന്നെയല്ല, 1 വർഷത്തേക്ക് എഗ്രിമെൻ്റ് എഴുതിയിരിക്കുന്നതുകൊണ്ട് ഒന്നെങ്കിൽ അവർ വന്ന് താമസിക്കണം, അല്ലെങ്കിൽ ആ കാലാവധി കഴിഞ്ഞാലേ നമുക്ക് പൈസ കൊടുക്കാൻ പറ്റുള്ളൂ. അതിനുള്ള സാഹചര്യം നമുക്കുണ്ടായിരുന്നുള്ളൂ. പപ്പാച്ചി ഇങ്ങനെ പറഞ്ഞപ്പോൾ അവരതിനോട് അനുകൂലിച്ചു. അതുകൊണ്ട് തന്നെ അത് അനുകൂലിക്കാൻ കാരണം അമ്മ മാതാവും ഈശോയും തന്ന വലിയ ഒരു അനുഗ്രഹമാണ്, വലിയൊരു അത്ഭുതമാണ്, ദൈവത്തിൻ്റെ ദാനമാണ്. ഞങ്ങൾ അത്ഭുതകരമായിട്ട് ഞങ്ങളുടെ സ്വന്തം ഭവനത്തിലേക്ക് താമസിക്കാൻ വന്നു. ഇന്ന് 6 മാസമായി ഞങ്ങൾ ഞങ്ങളുടെ ഭവനത്തിൽ തന്നെയാണ്. ഇതുവരെ ഞങ്ങൾക്ക് പൈസ കൊടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ എനിക്ക് 100% വിശ്വാസമുണ്ട്, ഇത്രയും തരാൻ കഴിഞ്ഞ എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും ഈ 8 ലക്ഷം രൂപയുടെ ബാധ്യതയും ഞങ്ങൾക്ക് അതിൻ്റെ സമയമാകുമ്പോൾ കൊടുത്തു തീർക്കാൻ സാധിക്കുമെന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ഈ വലിയ അനുഗ്രഹം തന്ന എൻ്റെ കൃപാസന മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. 2ാമത്തെ കാര്യം, എൻ്റെ മമ്മിക്ക് വയറിൻ്റെ സൈഡിലായിട്ട് ഒരു 2 വർഷത്തോളമായിട്ട് ഒരു ചെറിയ മുഴ പോലെ ഉണ്ടായിരുന്നു.
കുറേ ഹോസ്പിറ്റലിൽ കാണിച്ചത് കൊഴുപ്പടിയെന്നാണ് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞങ്ങളതിലേക്ക് വേറൊന്നും ശ്രദ്ധിച്ചുമില്ല, കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ, ഒന്നും ചെയ്യാൻ പോയില്ല. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മമ്മിക്ക് ചെറിയൊരു അസ്വസ്ഥത അനുഭവപ്പെട്ടു. അതുകൊണ്ട് അതെന്നാ കീറിക്കളഞ്ഞേക്കാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മെഡിസിറ്റിയിൽ അഡ്മിറ്റായി. അപ്പോൾ അത് അവിടെ വെച്ച് സ്കാൻ ചെയ്തപ്പോഴും അതൊരു കൊഴുപ്പാണ്, ഒരു മൈനർ സർജറി മതി, അതുകൊണ്ട് നമുക്ക് അപ്പോൾ തന്നെ കീറിക്കളഞ്ഞേക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു. അതിൻ്റെ ബേസിൽ ഞങ്ങൾ അഡ്മിറ്റായി. ബ്ലഡ് ടെസ്റ്റ് പോലും നോക്കാതെ മൈനർ ആയതുകൊണ്ട് അവരത് സർജറി ചെയ്തു. സർജറി ചെയ്ത് കഴിഞ്ഞിട്ടാണ് എൻ്റെ മമ്മിയുടെ ബ്ലഡ് ടെസ്റ്റ് അവർ നോക്കുന്നത്. ആ സമയത്ത് എൻ്റെ മമ്മിയുടെ പ്ലേറ്റൽ കൗണ്ട് 60,000 ഉള്ളൂ. മമ്മിക്ക് ബ്ലീഡിങ് ഉണ്ടാവാൻ തുടങ്ങി. അതിൻ്റെ കൂടെ തന്നെ WBC കുറവാണ്, ബിലിറൂബിൻ കൂടുതലാണ്. അങ്ങനെ വന്നപ്പോൾ അവരെ അഡ്മിറ്റാക്കി. ഒരു ദിവസം എന്നും പറഞ്ഞ് പോയതാണ്, 2 ദിവസമായി. അതിനനുസരിച്ച് കൗണ്ട് 60,000, 50,000, 30,000, ലാസ്റ്റ് 29,000 വരെ വന്നു. ഇതിനിടയ്ക്ക് പല പല ടെസ്റ്റുകൾ ചെയ്തു. ഡെങ്കു അടക്കം എല്ലാ ടെസ്റ്റുകളും ചെയ്തിട്ട് എല്ലാം നോർമലാണ്. അവസാനം ഡോക്ടർ ഒരു സ്കാനിങ് ചെയ്തു വയറിൻ്റെ. അപ്പോൾ പറഞ്ഞ് സിറോസിസിൻ്റെ ഒരു ചെറിയ പ്രോബ്ലം കാണുന്നുണ്ട്, എങ്കിലും ഈ സിംറ്റംസ് ഒന്നും നമ്മുടെ ലിവർ സിറോസിസിൻ്റേതല്ല, ഇത് ഞങ്ങൾക്ക് തോന്നുന്നത് ബ്ലഡ് ക്യാൻസർ ആണെന്നാണ് തോന്നുന്നത്, അതുകൊണ്ട് നമുക്ക് ബോൺ മാരോ ടെസ്റ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ആ സമയത്ത് പപ്പയ്ക്ക് ഓൾറെഡി ആൻജിയോഗ്രാം കഴിഞ്ഞിരിക്കുവാണ്. ഞങ്ങൾക്ക് ഹെൽപ്പിനായിട്ട് മറ്റാരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്കൊരു കുഞ്ഞുമുണ്ട് എൻ്റെ കൂടെ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഇൻഷുറൻസ് ഉണ്ടെന്നുള്ള ഇതിലാണ് ഞങ്ങൾ അവിടെ അഡ്മിറ്റായത്. ആ സമയത്ത് ഞങ്ങളുടെ ഇൻഷുറൻസ് റിജക്റ്റായി പോയി. പൈസയ്ക്ക് വേറെ മാർഗ്ഗമൊന്നുമില്ല. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഡിസ്ചാർജ് തന്നേര്, ഞാൻ പിന്നെ വന്നോളാം എന്ന് പറഞ്ഞു. എങ്കിലും എനിക്ക് ഡോക്ടർ പറഞ്ഞു 29,000 നിൽക്കുവാണ് കൗണ്ട്, അതിൽ 20,000 താഴെ വന്നാൽ ബ്ലഡ് കയറ്റേണ്ടി വരും, സീരിയസ് കണ്ടീഷനാണെന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു, പപ്പയോട് എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റുന്നൊരു സാഹചര്യമല്ല, മറ്റാരും എനിക്ക് സഹായത്തിനില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മ മാതാവിനോടും ഈശോയോടും പറഞ്ഞ് അമ്മ മാതാവിൻ്റെ ഈശോയുടെ ഉറപ്പിൽ ഞാൻ അവിടെ നിന്ന് ഡിസ്ചാർജ് മേടിച്ച് മമ്മീനെയും കൊണ്ട് വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന സമയത്തൊക്കെ ഞാൻ മാതാവിൻ്റെ കൃപാസന മാതാവിൻ്റെ ഉപ്പ് മമ്മിക്ക് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊടുക്കും. ഉടമ്പടി തൈലം നെറ്റി കുരിശ് വെച്ച് പ്രാർത്ഥിക്കും, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് വേറെ കൗണ്ട് കൂടാനുള്ള മരുന്നുകളൊന്നും കൊടുക്കുന്നില്ല. ഞാൻ വീണ്ടും പോയി ലാബിൽ പോയി മമ്മീനെയും കൊണ്ടുപോയി കൗണ്ട് നോക്കി. അത്ഭുതമെന്ന് പറയട്ടെ, 29,000 കൗണ്ടായിരുന്നു എൻ്റെ മമ്മിക്ക്, ഒറ്റ ദിവസം കൊണ്ട് അത് 90,000 കൗണ്ടായി. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിനൊരു സമാധാനമായി. എന്തായാലും ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് കഴിഞ്ഞല്ലോ, എന്തായാലും മാതാവ് നോക്കിക്കോളും എന്നുള്ളൊരു വിശ്വാസം എനിക്ക് വന്നു. അങ്ങനെ പിന്നെ കൗണ്ട് കൂടിയും കുറഞ്ഞും അങ്ങനെ നിൽക്കുവാണ്. ഒത്തിരി താന്നു പോകുന്നില്ലെങ്കിലും നോർമൽ ആവുന്നില്ല. അപ്പം നമുക്ക് ഫോളോ അപ്പിൻ്റെ സമയമായി. അവിടെ ചെന്നപ്പോഴത്തേക്കും നമ്മൾ കണ്ട ഡോക്ടർ തന്നെ പറഞ്ഞു, ഇത് സിറോസിസിൻ്റെതാണോ എന്നൊരു ഡൗട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് എൻഡോസ്കോപ്പി ഒന്ന് ചെയ്ത് നോക്കാം, നിങ്ങൾ ഗ്യാസ്ട്രോയെ കാണാൻ പറഞ്ഞു. അവിടുന്ന് ഞങ്ങൾ നേരെ ഗ്യാസ്ട്രോയുടെ എടുത്ത് ചെന്നപ്പം ഗ്യാസ്ട്രോ എന്നോട്, ഞാൻ നേഴ്സാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, മോളെ ഈ സിംറ്റംസ് മൊത്തം ബ്ലഡ് ക്യാൻസറിൻ്റേതാണ്, അതുകൊണ്ട് ഇത് എൻഡോസ്കോപ്പി ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ ഓൺഗോയ്ക്ക് നിങ്ങളെ റെഫർ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓൺഗോയ്ക്ക് റെഫർ ചെയ്തു. അവിടെ ചെന്നപ്പോഴേ ഡോക്ടർ പറഞ്ഞു 95% ഇത് ബ്ലഡ് ക്യാൻസറാണ്, വേറെ ഒരു ടെസ്റ്റും ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഇന്ന് അഡ്മിറ്റാകുക, നാളെ തന്നെ ബോൺ മാരോ ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും എന്തായാലും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അമ്മ മാതാവ്, ഞാൻ ഉടമ്പടിയിലാണ്, അമ്മ മാതാവിൻ്റെ കാശുരൂപം ഞാൻ എപ്പോഴും കൈപിടിച്ച് പ്രാർത്ഥിക്കും, എന്നെ കൈവിടില്ല എന്നുള്ളൊരു ഉറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു നമുക്ക് ദൈവഹിതത്തിന് വിട്ടുകൊടുക്കാം, എന്താണെന്ന് വെച്ചാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ നമ്മുടെ മനസ്സിനെ പ്രാപ്തമാക്കാം എന്നൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ ഉടമ്പടിയിലാണ്, എൻ്റെ കൃപാസന മാതാവിനും തിരുക്കുമാരനും അസാധ്യമായിട്ടൊന്നുമില്ല, മാതാവ് ഇതിനൊരു പരിഹാരം തരും, എനിക്കുറപ്പുണ്ട്. സ്വർഗത്തിൽ എനിക്കൊരു അപ്പനും അമ്മയുണ്ട്, എന്തും തരാൻ കഴിവുള്ള ശക്തരായ എൻ്റെ അപ്പനും അമ്മയും ഉള്ളപ്പോൾ ഞാൻ എന്തിനാണ് വിധിക്ക് വിട്ടുകൊടുക്കുന്നത്? അല്ലെങ്കിൽ അതിലേക്ക് തന്നെ ഇതിനെ മനസ്സിനെ പാകപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ലല്ലോ. തമ്പുരാനോട് നമ്മൾ ചോദിച്ചാൽ അത് തമ്പുരാൻ തരുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ മാതാവിനോട് കാശുരൂപം മുറുക്കി പിടിച്ച് പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ, നാളത്തെ ബോൺ മാരോ ടെസ്റ്റിൽ എൻ്റെ മമ്മിയുടെ റിസൾട്ട് നെഗറ്റീവായിരിക്കണം, ക്യാൻസറിൻ്റെ ഒരിതും അതിനകത്ത് കണ്ടേക്കരുത്, ഞാൻ എൻ്റെ മമ്മിയെയും കൊണ്ട് ഈ പരിശുദ്ധ അൽത്താരയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിച്ചു. കൂടാതെ മമ്മിക്ക് ഉപ്പ് അപ്പോഴും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മ മാതാവിൻ്റെ ഉപ്പ് കൊടുക്കുന്നുണ്ട്. ഉടമ്പടി തൈലം ഞാൻ പ്രൊസീജിയറിന് പോകുന്നതിന് മുമ്പ് തന്നെ മമ്മിയുടെ നെറ്റിയിൽ കുരിശ് വെച്ച് പ്രാർത്ഥിച്ചു. പിന്നെ പ്രൊസീജിയറിൻ്റെ സമയത്ത് മമ്മിക്ക് ഭയങ്കര പേടിയായിരുന്നു. ആ സമയത്ത് ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, സമയഘടികാരം നെഞ്ചിൽ ചാർത്തി പ്രത്യക്ഷപ്പെട്ട എൻ്റെ സഞ്ചാരി മാതാവേ, എൻ്റെ മമ്മിയുടെ കൂടെ നീ ഉണ്ടാവണം, ഒരു കുഴപ്പവും എൻ്റെ മമ്മിക്ക് ഉണ്ടാവരുത് എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അത്ഭുതം
അത്ഭുതമെന്ന് പറയട്ടെ, അതിൻ്റെ ഫലമായി 2 ദിവസം കഴിഞ്ഞാണ് റിസൾട്ട് വന്നത്. ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതിൽ ക്യാൻസറിൻ്റേതായ ഒന്നും കാണുന്നില്ല. അവർ പല ടൈപ്പിൽ ഓരോരോ ടെസ്റ്റുകൾ ചെയ്ത് നോക്കി, എല്ലാ ടെസ്റ്റും ചെയ്തു. ആ ഒരു ബോൺ മാരോയ്ക്കകത്ത് ഒരു പ്രോബ്ലവും മമ്മിക്കില്ല, ക്യാൻസറിൻ്റെ ഒരു പ്രശ്നവും മമ്മിക്കില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. ഡോക്ടർമാർക്ക് പറയാൻ തന്നെ ഒരു ബുദ്ധിമുട്ടായിരുന്നു, കാരണം അവർക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു അത് ബ്ലഡ് ക്യാൻസറാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഡോക്ടറെ എനിക്കറിയാം മമ്മിക്ക് അത് ഉണ്ടായിരുന്നെങ്കിലും തമ്പുരാൻ അത് എടുത്തു മാറ്റിയതാണെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് ഞാൻ ഡോക്ടറോട് പറഞ്ഞു. അങ്ങനെ അത്രയും വലിയൊരു സീരിയസ് ആയ കേസിൽ നിന്നും എൻ്റെ മമ്മീനെ ഒരു കുഴപ്പവും കൂടാതെ അമ്മ മാതാവ് രക്ഷിച്ചു. ഇപ്പോൾ സിറോസിസിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ടെങ്കിലും മമ്മിൻ്റെ ക്ഷീണം മാറി, കൗണ്ട് പതുക്കെ നോർമലാകാൻ തുടങ്ങി. അതും എൻ്റെ അമ്മ മാതാവ് പൂർണ്ണമായും മാറ്റിത്തരുമെന്ന് ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. പിന്നെ മൂന്നാമതായിട്ട് ഞാനൊരു 5 വർഷമായിട്ട് ജോലി ചെയ്യാതെ നിൽക്കുവാണ്. കുഞ്ഞുണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റിയില്ല, ഗ്യാപ്പായി. അങ്ങനെ ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി ഫാമിലി വിസയിൽ പോകാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയായിട്ട് ഇരിക്കുമായിരുന്നു. പക്ഷേ ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു അവിടുത്തെ ഗവൺമെൻറ്റിൽ എനിക്കൊരു ജോലി കിട്ടുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് അവിടെ സെറ്റിലാവാനും കുഞ്ഞിനെ കൂടെ കൊണ്ടുപോകാനും പഠിപ്പിക്കാനും ഒക്കെ പറ്റുള്ളൂ. അപ്പോൾ കുഞ്ഞിനെ ഇട്ടിട്ട് പോകുവാനായിട്ട് എനിക്ക് മനസ്സ് അനുവദിക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് അവിടുത്തെ ഗവൺമെൻറ്റിൽ ഒരു ജോലി നീ തരണം. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് കയറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വന്ന് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനോ അവിടുന്ന് നമ്മളെ ഒരിക്കലും ഖത്തറിൽ ഹമദ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലാണ്, അവിടുന്ന് നമുക്കൊരിക്കലും ലോക്കലായിട്ട് പോയിട്ട് അവരെടുക്കത്തില്ല നമ്മളെ ഹോസ്പിറ്റലിൽ. പിന്നെ എൻ്റെ മുമ്പിലുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഫ്രീ വിസ കിട്ടുവാണെങ്കിൽ അവിടെ എനിക്ക് മറ്റൊരു ഹോസ്പിറ്റലിൻ്റെയും കോൺട്രാക്റ്റ് ബേസിൽ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല, എനിക്ക് അവിടുത്തെ PHSയിൽ കയറാൻ പറ്റും. ആ സമയത്ത് ഒരു 2 വർഷമായിട്ട് ഖത്തറിൽ നോൺ മുസ്ലിംസിന് ഫ്രീ വിസ കൊടുക്കുന്നില്ലായിരുന്നു, സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓപ്ഷനും ഇല്ല. അപ്പോൾ ഞാനിവിടെ വന്ന് 2ാമത് ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ഒന്നെങ്കിലും നീ ഹമദിൽ ഒരു ജോലി തരണം, അല്ലെങ്കിൽ നീ എനിക്കൊരു ഫ്രീ വിസ തരണം. ഇത് രണ്ടും മനുഷ്യപരമായിട്ട് നോക്കാമെങ്കിൽ നമുക്ക് കിട്ടാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷേ അവിടുത്തെ തിരുക്കുമാരൻ അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ. അമ്മ മാതാവ് പറഞ്ഞാൽ അവിടുത്തെ തിരുക്കുമാരൻ കേൾക്കാതിരിക്കില്ലല്ലോ. അതുകൊണ്ട് നീ എനിക്ക് ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ സെപ്റ്റംബർ 28 എന്നൊരു ഡേറ്റ് വന്നു. ഞാൻ സെപ്റ്റംബർ 28 എന്നുള്ള ഒരു ഡേറ്റ് ഇട്ട് നിയോഗം വെച്ച് അമ്മ മാതാവിനോട് പറഞ്ഞു, ഈ സെപ്റ്റംബർ 28-ാം തീയതിക്ക് മുമ്പായിട്ട് അമ്മ മാതാവേ എനിക്ക് ഒന്നെങ്കിലും ഒരു ഫ്രീ വിസ തരണം, അല്ലെങ്കിൽ എനിക്ക് ഹമദിലൊരു ജോലി തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ വീട്ടിൽ ചെന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഫാമിലി വിസ ഓൾറെഡി നമ്മളെടുത്തു, എല്ലാം റെഡിയായിരിക്കുവാണ്. അപ്പോൾ ചെന്നപ്പോഴത്തേക്കും പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡ് ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ഹസ്ബൻഡ് ഒരു കൂട്ടുകാരൻ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു വിസ ഫ്രീ വിസ വന്നിട്ടുണ്ട്, അത് ഘട്ടങ്ങളായിട്ട് പൈസ കൊടുത്താൽ മതി, എങ്ങനെയാണ് നോക്കണമെന്ന് ചോദിച്ചു. ഉറപ്പൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡിനോട് ചോദിച്ചു, എന്താ ചെയ്യണ്ടേ, നമ്മളിപ്പം എടുത്തിരിക്കുന്ന വിസ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞെന്നാൽ വീണ്ടും ടൈം എടുക്കും പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന ഫ്രീ വിസ ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ല, ഫസ്റ്റ് എനിക്കാണ് അവർ ഒരു വിസയേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു സംശയവും വേണ്ട, അത് കൃപാസന മാതാവ് തന്നത് തന്നെയാണ്, ഒരു സംശയത്തിനും ഇട കൊടുക്കാൻ. ഞാൻ പറഞ്ഞു, ആ ഫാമിലി വിസ ക്യാൻസൽ ചെയ്തിട്ട് ഈ വിസയ്ക്ക് ധൈര്യമായിട്ട് കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ അത് കൊടുത്തു. സെപ്റ്റംബർ 26-ാം തീയതി എൻ്റെ വിസ ഖത്തർ അംഗീകരിച്ചെന്ന് പറഞ്ഞു. എൻ്റെ വിസ റെഡിയായി, ഒരു കുഴപ്പവും കൂടാതെ. അവരൊരു 2 മാസത്തെ സമയമാണ് പറഞ്ഞത്, പക്ഷേ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ എൻ്റെ വിസ റെഡിയായി. കാരുണ്യ പ്രവർത്തികളെന്ന് ഞാൻ ചെയ്തത്, ഞാൻ കൃപാസനം പത്രം വാങ്ങിച്ചിട്ട് ഞാൻ ബസ് സ്റ്റാൻഡുകളിൽ പോയി കൊടുക്കുമായിരുന്നു. പിന്നെ ഓരോ വീടുകളിലും ഞാൻ ഈ ഉള്ള ഏരിയകളിലൊക്കെ വീടുകളിൽ വാഹനങ്ങളൊന്നും ചെല്ലാത്ത സ്ഥലങ്ങളിൽ ഞങ്ങൾ വീടുകളിൽ കൊണ്ട് പത്രം കൊടുക്കും. പിന്നെ തമിഴ്നാട്ടിൽ കൊണ്ടുപോയി ഞാൻ തമിഴ് പത്രം വാങ്ങിച്ച് കൊടുക്കുമായിരുന്നു. പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ സാമ്പത്തികപരമായിട്ട് സഹായിക്കും. പിന്നെ വഴിയിൽ ഇങ്ങനെ യാചിക്കുന്നവർക്ക് ഫുഡ് വാങ്ങിച്ച് കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ ഉടമ്പടിയിലൂടെ എനിക്ക് വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന മുടങ്ങാതെ കാണാൻ, എനിക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും എന്ത് ക്ഷീണം വന്നാലും ഞാൻ ഓടി എഴുന്നേറ്റ് വിശുദ്ധ കുർബാന മുടക്കാതെ കാണാനായിട്ട് ഞാൻ ഓടിപ്പോകും. അങ്ങനെ ഒരു കൃപ എനിക്ക് കിട്ടി. പിന്നെ കൂടുതലും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനുള്ളൊരു കൃപ എനിക്ക് അമ്മ മാതാവ് തന്നു. പിന്നെ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ ഞാൻ യൂട്യൂബിലൂടെ കാണും, അച്ഛൻ്റെ ടോക്കുകൾ ഞാൻ കേൾക്കും, ബൈബിൾ വായന, അങ്ങനെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഞാൻ ഈ ഉടമ്പടി എടുത്തതിലൂടെ എനിക്ക് വന്നിട്ടുണ്ട്. എനിക്ക് ഇത്രയും ചെയ്തു തന്ന എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ ഈശോ പറയുന്ന ഒരു വചനഭാഗമുണ്ട്. 5:5 ഈശോ പറയുന്നുണ്ട് പത്രോസിനോട്, വള്ളത്തിൻ്റെ വലത്തുവശത്ത് വലയിറക്കുക എന്ന്. അപ്പോൾ പത്രോസ് പറയുന്നുണ്ട്, കർത്താവേ, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല,
എന്നാൽ നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. പുറപ്പാട് 19:8 കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് പുറപ്പാട് ജനത കർത്താവിനോട് മാപ്പ് പറഞ്ഞ് അവരുടെ ജീവിതത്തിൽ അവർക്ക് പലതും പിന്നീട് എങ്ങനെയാണ് നേട്ടങ്ങളാകുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. അസാധ്യമായ കാര്യങ്ങൾ, അതായത് ജെറീക്കോ കോട്ടയുടെ സൈനിക ശക്തി കീഴടക്കുവാനും ജോർദാൻ നദി വറ്റിച്ച് തൻ്റെ ആശ്രിതരെ മറുകരെ എത്തിക്കുവാനുമൊക്കെ എങ്ങനെയാണ് വാഗ്ദാന പേടകം, സാക്ഷ്യ പേടകം അവരോടൊപ്പം ഉള്ളപ്പോൾ അവർക്കതൊക്കെ കഴിയുന്നത്. ഇവിടെ സൗമ്യ മോൾ ജോർജ് തൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥകൾ, തങ്ങൾക്ക് എങ്ങനെയാണ് ഒരു വാടക വീട് പോലുമില്ല, സ്വന്തമായിട്ട് വീടുണ്ട് എന്നാൽ അത് ഒറ്റയ്ക്ക് കൊടുത്തത് കൊണ്ട് തങ്ങൾക്ക് പിന്നീടൊരു വീടില്ലാത്ത അവസ്ഥ. തൻ്റെ പപ്പയുടെ കാര്യം പറഞ്ഞു, രോഗ അവസ്ഥയിലാണ്, മമ്മിയും രോഗാവസ്ഥയിൽ തന്നെ. അപ്പോൾ ഈ ഒരു അസാധ്യ കാര്യമെന്ന് ഈ മകൾ ഓർത്തുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഇത് മനുഷ്യന് സാധിക്കില്ല അമ്മേ, നിനക്ക് മാത്രമേ സാധിക്കൂ. എന്നാൽ പൂർണ്ണമായും ഈ മകളങ്ങ് ശരണം വയ്ക്കുകയാണ്. ഈ ഒരു ശരണപ്പെടലാണ്, ഈ ഒരു ആശ്രയം വയ്ക്കലാണ്. കർത്താവെ, നീ പറഞ്ഞതുകൊണ്ട് ഞാൻ വലയിറക്കാം എന്നുള്ള പത്രോസിൻ്റെ വാക്കിലുമുള്ളത്. അങ്ങനെ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാത്തവർ കർത്താവ് പറഞ്ഞപ്പോൾ വലയിറക്കുമ്പോൾ അവർക്ക് പിന്നീട് അവരുടെ വള്ളം നിറയെ ലഭിച്ച മീനിൻ്റെ പെരുപ്പത്തെക്കുറിച്ചൊക്കെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ തങ്ങൾക്ക് പിന്നീട് തങ്ങൾ ഒറ്റയ്ക്ക് കൊടുത്ത വീട്ടിൽ തന്നെ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ തങ്ങൾക്ക് താമസിക്കുവാൻ കഴിയുന്നു. ആരും തങ്ങൾക്ക് ഒരു പ്രതിബന്ധമാകുന്നില്ല. എല്ലാറ്റിലും ആ ഒരു ആശ്രയ മനോഭാവം ഈ മകൾ കാണുന്നു. തൻ്റെ അമ്മയുടെ രോഗാവസ്ഥയിലും അതുപോലെ തന്നെ തനിക്ക് ജോലി, ആ ജോലിയും തൻ്റെ വിസ കിട്ടുന്നത്, ഇതൊക്കെ 2 വർഷത്തിന് ശേഷമാണ് ഖത്തർ എന്നുള്ള രാജ്യം ഒരു ഫ്രീ വിസ കൊടുക്കുന്നത്. അത് തനിക്കാണ് ആദ്യമായിട്ട് കിട്ടിയത്. ഇങ്ങനെ ദൈവത്തിൻ്റെ ആദ്യ ലിസ്റ്റിൽ ഉൾപ്പെടാനായിട്ട് ഈ മകൾ ചെയ്യുന്ന കാര്യങ്ങൾ, താൻ ഇതുവരെ ചെയ്യാത്ത പല കാര്യങ്ങൾക്കും മുൻതൂക്കം കൊടുക്കുന്നു. വിശുദ്ധ കുർബാന, ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ, പരിശുദ്ധ അമ്മയോട് കൂടെയുള്ള ഒരു ജീവിതം, ഇതൊക്കെ തന്നെയാണ് ഉടമ്പടിയിലൂടെ നമുക്കിതൊക്കെയാണ് കിട്ടുക. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം.